വിവാദങ്ങൾ ഇന്നും വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൻ്റെ ആ ഗോള്, ആ ഒരു ക്യാമറയുടെ വയറിൽ തട്ടി ഗോൾ കിക്ക് വന്നത്, പിന്നെ ബെല്ലിംഗാം ഒടുവിൽ ആ ഒരു സീക്വൻസിലാണ് ഗോൾ നേടുന്നത്. അതുപോലെ അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ ബ്രീൽ എംബോളയുടെ റെഡ് കാർഡിനെതിരെ ഇപ്പോൾ കോച്ച് മുറാദ് യാക്കിൻ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വിവാദങ്ങൾ വെച്ച് തന്നെ ആദ്യം തുടക്കാമെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് നോർവേ മത്സരം, ആ ഒരു വയറിൽ കൊണ്ട് ബോൾ കിട്ടി, ഇംഗ്ലണ്ട് ഗോളടിച്ചു. അത് കളി തിരിയാനൊരു കാരണമായോ? കളി നോർവേ തന്നെയായിരുന്നു ബോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നോർവേ ഒരിക്കലും എന്താ പറയുക, നമ്മൾ പുറകോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. നോർവേയുടെ ഭാഗത്ത് ആക്ച്വലി എന്താ പറയുക, നമുക്ക് ഇപ്പം മിഡ്ഫീൽഡും അതേപോലെ തന്നെ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു പൊതുവെ നോർവേ. പക്ഷെ ആ ഒരു ഗോള് ആദ്യം നോർവേ ഗോൾ അടിച്ചതും ഒരു അപ്രതീക്ഷിത ഗോളാണ്. ആക്ച്വലി ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ക്ലിയറിങ്ങിലുള്ള ആക്ച്വലി ഒരു വിഷയത്തിൽ നിന്ന് മിസ്റ്റേക്കിൽ നിന്നാണ് ഗോൾ വരുന്നത്. പക്ഷേ എന്നാലും ഇംഗ്ലണ്ട് ആക്ച്വലി എന്ന് പറയുന്നൊന്നും ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഒരു ഗോൾ തിരിച്ചടിക്കാതെ നോർവേ എന്ന് പറയുന്നത് പിന്നെ അവിടെ കോമ്പാക്ട് ഡിഫൻസിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. വളരെ അഗ്രസീവായിട്ടുള്ള ബോള്, ഇതേപോലെ തന്നെ റിക്കവറി, അതിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. എനിവേ നമ്മൾ അതിലേക്ക് ആ ഗോളിലേക്ക് ബെല്ലിംഗാമിൻ്റെ ആ ഗോളിലേക്ക് നയിച്ചതിൽ വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷെ അതിൽ നമ്മളൊരു പറയുന്നുണ്ടായിരുന്നു ബോളിന്റെ സെൻസിറ്റീവ്നെസ് നിക്കോ പ്രകാരം കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നുള്ളതെന്നുള്ള വിവാദങ്ങൾ അവിടെ ഉണ്ട്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടെന്നുള്ള. എന്തായാലും ബെല്ലിംഗാമിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് ആ ഗോൾ എന്ന് പറയുന്നത്. ആന്റണി ഗോർഡനും അതേപോലെ ബെല്ലിംഗാം കൂടിയുള്ള ഒരു കോംബോ, അതിലൂടെ ബെല്ലിംഗാമിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്ന് പറയാൻ ഗോൾ. തീർച്ചയായിട്ടും ആ ഗോള് മനോഹരമാണ്, അതിൽ തർക്കമില്ല. ഇപ്പോൾ ഈ ഒരു സംഭവമാണ് അതിലൊരു ഷാഡോ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ടു മച്ച് ടെക്നോളജി, അതായത് ടെക്നോളജി അങ്ങ് റിലേ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്, അത് ഒരു കളിയുടെ ഒരു ഭംഗി കെടുത്തുന്നുണ്ടോ? ടെക്നോളജിയുടെ കടന്നു വരവ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ടെക്നോളജി അമിതമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കളിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഫ്ലോ, ഒഴുക്കിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ കണ്ടു, എംബാപ്പയുടെ ഒരു പെനാൽറ്റി കിക്കുമായി ബന്ധപ്പെട്ട് കണ്ടു. നമ്മൾ ഒരുപാട് ടൈം, ഏകദേശം 3 മിനിറ്റോളാണ് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ആയത് കളിക്കാരുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം കൂടി വന്നിട്ടുള്ളത്. ഒരു പകുതിയൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് നമ്മൾ അറിയണില്ല. അതിനിടയിൽ കളി മര്യാദക്ക് നടക്കുന്നുണ്ടോ എന്ന് അറിയണില്ല. ഒരു 3 മിനിറ്റ് ബ്രേക്ക്, അതിൻ്റെ ഇടയിലുള്ള ഈ ഓവർ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സമയങ്ങൾ ലാഗിങ്, നിങ്ങൾ പലപ്പോഴും നമ്മൾ കളിയിലൊക്കെ അറിയുന്നത് സമയം അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഹാഫ് ആവുന്നു എന്നുള്ള രീതിയിലാണ് കളികൾ. ഇപ്പോൾ ശരിക്കും ചില സമയങ്ങളിൽ കളി പ്രധാനമായിട്ട് നമ്മൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഒരു ഫ്ലോയെ ബാധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ബ്രീൽ എംബോളയുടെ റെഡ് കാർഡ് കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതൊരു പ്യുവർ സിമുലേഷൻ തന്നെയല്ലേ, അതിലൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യം. ഇപ്പോൾ ഈ മുറാദ് യാക്കിൻ ഇവരുടെ കോച്ച് പറഞ്ഞത് ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതെന്തുകൊണ്ട് നോക്കുന്നില്ല, കണ്ടില്ല, എങ്ങനെയാണ് റഫറിയും വാറും ആ കൺക്ലൂഷനിലേക്ക് എത്തിയതെന്ന് എനിക്കറിയില്ല, ഇന്ന് ഫുട്ബോളല്ല ജയിച്ചത് എന്നൊക്കെ മുറാദ് യാക്കിൻ അവരുടെ കോച്ച്, സ്വിറ്റ്സർലൻഡിൻ്റെ കോച്ച് പറയുന്നുണ്ട്. സോ എന്ന് പറയുന്നു അതിനെക്കുറിച്ച്? അത് ഒരു ക്ലിയർ സിമുലേഷൻ ആണ്. പക്ഷേ ആ എംബോളയ്ക്ക് റെഡ് കാർഡിലേക്ക് എത്തിയ, അല്ലെങ്കിൽ സെക്കൻഡ് യെല്ലോ കാർഡിലേക്ക് എത്തിയ പാത്ത് എന്ന് പറയുന്നത് ബ്രൂട്ടലാണല്ലോ. അതായത് റോങ് ആയിട്ടുള്ള ഒരു തീരുമാനം വേണ്ടി വന്നു, റോങ് ഐഡന്റിറ്റി കിട്ടിയ കാർഡാണല്ലോ ആക്ച്വലി അതിലേക്ക് നയിച്ചത്. അപ്പൊ അത് വേണ്ടി വന്നു അതിലേക്ക് എത്താനെന്നുള്ളതാണ്. അതിപ്പോ ഫൗള് വിളിച്ചില്ലായിരുന്നു നോക്കുക, പ്ലേ ഓൺ പറഞ്ഞു നോക്കുക, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു യെല്ലോ കാർഡിന്റെ സാധ്യത നോർമലി ഇല്ല അല്ലേ? റഫറി അത് വീണു മൈൻഡ് ചെയ്യാതെ കളി പ്ലേ ഓൺ എന്ന് പറഞ്ഞ് പോവാണ് സാധാരണ സംഭവിക്കുക. അപ്പുറത്ത് യെല്ലോ കാർഡ് കൊടുത്താണ് ഇഷ്യൂ ആയത്. അതെ, അതാണ് അവിടെ ആക്ച്വലി നമ്മൾ ആ മഞ്ഞക്കാർഡിൽ കിട്ടേണ്ട മഞ്ഞക്കാർഡിൽ കിട്ടാനും എംബോളൊക്കെ ആക്ച്വലി റെഡ് കാർഡിൽ പോകാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ എംബോളെ പോലെ ഒരാള് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇത്തരം വാർ ചെക്കിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനൊരു സിമുലേഷൻ നടത്തിയിട്ടുണ്ടാവുക എന്ത് മാനസികാവസ്ഥയിലായിരിക്കും? കാരണം അത് പിടിക്കപ്പെടുന്ന ഉറപ്പല്ലേ. ഇത് ഹീറ്റ് ഓഫ് മൊമെന്റ്സിൽ നടക്കുന്നതാണ്. ഇപ്പോൾ കളിയിൽ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ എത്ര എണ്ണം, ഇപ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ പെനാൽറ്റി ബോക്സിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പെനാൽറ്റിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്ലെയേഴ്സിനൊക്കെ അറിയാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഹീറ്റ് ഓഫ് മൊമെന്റ്സിൽ ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇവിടുന്ന് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ ഉണ്ട്, അതിലങ്ങ് ചെയ്തു പോകുന്നതാണ്. അപ്പൊ എന്തായാലും വിവാദങ്ങൾക്ക് അവസാനമില്ലാതെ മുന്നോട്ട് പോവുകയാണ്.